നമസ്കാരം. നമ്മുടെ യൂടോക്ക് ഡെയിലി ഷോ എന്ന ചാനൽ വളരെ എക്സ്ക്ലൂസീവായിട്ട് ഏപ്രിൽ 13 ഏറ്റുമാനൂർ പോലീസ് നടത്തിയ ഒരു അറസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുകയും ഇതിൻ്റെ കാര്യകാരണങ്ങൾ അറിയാനായിട്ട് ഒരുപാട് ഫോൺ കോൾസും മറ്റുമൊക്കെ നമുക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറ്റുമാനൂർ ഭാരത് പെട്രോളിയം പമ്പിൽ വെച്ച് പോലീസ് പിടിച്ചയാളുടെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്, അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്താണ്, പോലീസ് പിടിക്കുന്ന സമയം ആ വ്യക്തിയുടെ ഭാര്യയും ആ കാറിലുണ്ടായിരുന്നു. പക്ഷേ ആ ഭാര്യയ്ക്ക് അതിൽ പങ്കില്ല എന്നു മറ്റോ കണ്ട് പോലീസ് തന്നെ അവരെ തിരിച്ചയക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിരുന്നു. എന്തായാലും എന്താണ് അന്ന് കൃത്യമായി നടന്നത്, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് ഏറ്റുമാനൂർ പോലീസ് സബ് ഇൻസ്പെക്ടറോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. വിഷുവിൻ്റെ തലേന്ന് പറയുന്നത് അന്ന് വിഷുവിൻ്റേതായി ബന്ധപ്പെട്ട ലോ ആൻഡ് ഓർഡർ പെട്രോളിംഗ് ചെയ്തുകൊണ്ടിരിക്കുക യാദൃശ്ചികമായിട്ട് തന്നെ ഇയാളെ കണ്ടുമുട്ടിയതാണ്. ഞാൻ ജീപ്പിൽ പെട്രോളിംഗ് നടത്തുന്ന സമയത്ത് ഈ ഏറ്റുമാനൂർ ടൗണിലുള്ള പെട്രോൾ പമ്പിൽ വെച്ച് ഇയാളുടെ വാഹനം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഒന്ന് വണ്ടി ചവിട്ടി നിർത്തിയപ്പോൾ തന്നെ ഇയാൾ പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നതായി കണ്ട് വണ്ടി ഓൺ ചെയ്യാൻ നോക്കും. പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇയാൾ വണ്ടി ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വണ്ടി ക്രോസ് ചെയ്ത് ഇട്ട് ഇറങ്ങിച്ചെന്നാൽ ഇയാളുടെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞതാണ്. ഇറങ്ങാൻ പറഞ്ഞപ്പോൾ തന്നെ ഇയാളുടെ സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ബാഗ് ഇരിക്കുന്നുണ്ട്. അന്നത്തെ സമാന ബാഗും അത് ഓപ്പണായിട്ട് ഇരിക്കുന്നുണ്ട്. അതിൽ മെഡിസിൻ പോലെ തോന്നി. അത് ഇയാളുടെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞു. ഇയാളുടെ ഇറങ്ങാൻ പറയുമ്പോൾ തന്നെ ഇയാൾ വീണ്ടും താക്കോൽ ഇട്ട് വണ്ടി ഓൺ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് അത് ചെയ്തില്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാവും, പുറയിലും വേറെ ഫ്യൂവൽ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആളുകളെല്ലാം നിൽക്കുന്നത്. ഞാൻ ആ താക്കോൽ വിൻഡോ ഗ്ലാസ്സിലൂടെ കൈയിട്ട് താക്കോലിൽ പിടിച്ച് ഊരാൻ ശ്രമിച്ചാണ്. അപ്പോൾ അന്നേരത്ത് വന്ന ഒരു പിടിവലിയിൽ എൻ്റെ കൈ മുറിയുകയും ചെയ്തായിരുന്നു. അയാളുടെ നഖം കൊണ്ട് എന്നെ കൈ പിടിച്ച് തിരികുകയും ചെയ്ത് എന്നെ തള്ളിയിടാനും ശ്രമിച്ചായിരുന്നു. അപ്പോൾ ആ കാര്യത്തിലേക്ക് നമ്മൾ പിന്നെ കൂടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടി ചേർന്നിട്ട് ബലപ്രയോഗത്തിലൂടെ അയാളെ കീഴ്പ്പെടുത്തി അയാളെ വാഹനത്തിൽ നിന്ന് ഇറക്കി ശേഷം ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും അതേപോലെ തന്നെ ആക്രമിച്ചതിനും നമ്മൾ അയാളുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അതിലേക്ക് അയാളെ കോടതിയിൽ ഹാജരാക്കി അയാളെ കോടതി റിമാൻഡ് ചെയ്തായിരുന്നു. പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയ ഈ മെഡിസിനുകൾ ഈ കാറിലാണ് ഇത് ബാഗിൽ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ കാറടക്കം ഈ മെഡിസിൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ ഇതിൽ ഈ പറയുന്ന മെഫെൻട്രലിൻ സൾഫേറ്റ് ഒരു എണ്ണം എന്ന് പറയുന്ന ഒരു ബാഗ് നിറയെ ഇതിൽ കാണപ്പെട്ടു നമ്മൾ നോക്കിയപ്പോൾ തന്നെ. അപ്പോൾ അതിൻ്റെ പിന്നെ ബാക്കി നടപടി എടുക്കേണ്ട ഡ്രഗ് കൺട്രോളർ ആയതുകൊണ്ട് നമ്മൾ ഈ വാഹനം അങ്ങനെ തന്നെ സീസ് ചെയ്തിട്ട് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത്.